നമ്മളെല്ലാവരും നാരങ്ങ തിന്നുന്നവരായിരിക്കും. അപ്പോൾ നാരങ്ങ തിന്നിട്ട് തൊലി വലിച്ചെറിയുന്നതാണ്. പക്ഷേ ഇനി മുതൽ തൊലി വലിച്ചെറിയരുത്. നമുക്കതിന് നിരവധി ഗുണങ്ങളുണ്ട്. അത് നോക്കാം എന്താണെന്നുള്ളത്. നാരങ്ങ തൊലിയുടെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നാരങ്ങ തൊലി എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടേണ്ടത്? നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്ത് തൊലി കളയുകയാണല്ലോ പതിവ്. നാരങ്ങയോളം ഗുണമുള്ള നാരങ്ങാത്തൊലി ഇനി വെറുതെ കളയണ്ട. പലർക്കും ഇതറിവില്ല. കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, വിറ്റമിൻ സി, ബീറ്റാ കരോട്ടിൻ എന്നിവയുടെ ഉറവിടമാണ് നാരങ്ങ. എന്നാൽ ഈ നാരങ്ങയേക്കാൾ പോഷകമാണ് നാരങ്ങ തൊലിയിൽ ഉള്ളത്. നാരങ്ങ നീരിലടങ്ങിയ വിറ്റാമിൻ സി കൂടുതലായി തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ലിമോണിൻ എന്ന ആന്റി ഓക്സിഡന്റും അടങ്ങിയിരിക്കുന്നു. ഇവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നാരങ്ങാത്തൊലിയിൽ അടങ്ങിയിട്ടുള്ള പെക്റ്റിൻ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനും സഹായിക്കും. മാത്രമല്ല മുഖക്കുരു, പിഗ്മെന്റേഷൻ എന്നിവയ്ക്ക് പ്രവർത്തിക്കാനും നാരങ്ങാത്തൊലി ബെസ്റ്റാണ്. ഇതിലെ അസ്കോർബിക് ആസിഡും വിറ്റാമിൻ സിയും ചുളിവുകളെ തടയുകയും മുഖത്തെ പാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. നാരങ്ങാത്തൊലിയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡ്, വൈറ്റമിൻ സി, പെക്റ്റിൻ എന്നിവ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ഇത് സഹായിക്കും. വായുടെയും മോണയുടെയും ആരോഗ്യത്തിനും നാരങ്ങാത്തൊലി നല്ലതാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന മോണയിലെ രക്തസ്രാവം, സ്കർവി പോലുള്ള രോഗങ്ങളെ ചെറുക്കുകയും ചെയ്യും. മാത്രമല്ല ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും സഹായിക്കുന്നു. നാരങ്ങയുടെ തൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത് ഉപയോഗിക്കുക. ഇത് അല്പമെടുത്ത് ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ്. ഭൂരിഭാഗം പേർക്കും അറിയാത്തൊരു കാര്യമാണ് നാരങ്ങയുടെ തൊലി ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുമെന്നത്. നാരങ്ങാത്തൊലിയിൽ അടങ്ങിയിട്ടുള്ള സാൽവെസ്ട്രോൾ, Q14, ലിമോണന എന്നിവ ശരീരത്തിലെ ക്യാൻസർ ബാധിത സെല്ലുകളോട് പോരാടുന്നവയാണ്.